എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ബോട്ടിൽ ക്യാപ്പൊക്കെ റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നു. ചെറിയ ചുളിവുകളും മറ്റുമൊക്കെ വരുന്ന രീതിയിലാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ബോട്ടിൽ പൂർണ്ണമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ താഴെ കുറച്ച് ഭാഗം വിട്ട് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ടിഷ്യൂ പേപ്പറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. ചെറിയ വശത്തെ വീതി 5 സെൻറ്റിമീറ്ററും വലിയ ഭാഗത്ത് 15 സെൻറ്റിമീറ്റർ വീതിയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉദ്ദേശം 4 ഇഞ്ച് വീതിയിലുള്ള ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കനം കുറഞ്ഞ കമ്പിയിലോ ഈർക്കിലോ നീളത്തിൽ ചുറ്റിയെടുക്കുക. എൻഡ് പോർഷനിൽ ഒരല്പം ഗമ്മ് തേച്ച് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഉള്ളിലിരിക്കുന്ന കമ്പി റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പർ ട്യൂബ് റെഡി. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി ഈ പേപ്പറിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഓരോന്നായി പേപ്പർ ട്യൂബുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഈ പേപ്പർ ട്യൂബുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരത്തെ കട്ട് ചെയ്ത പേപ്പറിൻ്റെ അതേ വലുപ്പത്തിൽ ഈ ട്യൂബുകളിലെല്ലാം അരികെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഇതിനകത്ത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബോട്ടിലെ ചുറ്റളവിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്തതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ബോട്ടിൽ കവർ ചെയ്ത് നിന്നോളും. ഈ ബോട്ടിൽ നെക്കിൽ കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. അല്പം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് ചുറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അരികെ ചേർത്തൊരു പേപ്പർ ട്യൂബ് ഒട്ടിച്ചു കൊടുക്കാം. മുകളിലോട്ട് ചേർത്തും ഒരു പേപ്പർ ട്യൂബ് അങ്ങ് ഒട്ടിക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബോട്ടിൽ ക്യാപ്പിൻ്റെ നോസിലിനുള്ളിലിരിക്കുന്ന ഒരു പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെയും ഒരു ലൈനിൽ പേപ്പർ ട്യൂബ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടങ്ങ് ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുകയാണ്.
ബ്ലാക്കെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം ഈ കുത്തനെയുള്ള പേപ്പർ ട്യൂബുകൾ ഒട്ടിച്ചതിനെല്ലാം സിൽവർ മെറ്റാലിക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിരുന്ന ആ പോർഷനിലെല്ലാം ഗോൾഡൻ മെറ്റാലിക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ അരികിലുള്ള ഭാഗങ്ങളിലെല്ലാം മെറ്റാലിക് കോപ്പറാണ് അടിച്ചു കൊടുക്കുന്നത്. പെയിൻ്റെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തുറന്നു വരുന്ന വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ അടുത്ത വീഡിയോ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. അപ്പോൾ വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും